സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാരുണ്യവാനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. രാത്രിയും പകലും ആകാശവും ഭൂമിയും അതുപോലെ ഭാര്യ ഭർത്താക്കൾ അവർക്കിടയിലുള്ള സന്തോഷം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ സമ്പത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഉറങ്ങുക എന്നുള്ളത്. അതും അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽപ്പെട്ട ഒരു ആയാത്താണ്, ദൃഷ്ടാന്തമാണ്. വമിൻ ആയാത്തിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉക്കും മിൻ ഫളിഹി. രാത്രിയും പകലും ദൃഷ്ടാന്തമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉറക്കവും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞതുപോലെ അവൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടത് നിങ്ങൾ നേടിയെടുക്കുക, അഥവാ സമ്പത്ത്, ജീവിക്കുവാൻ സമ്പത്തും നിങ്ങൾ നേടിയെടുക്കണം. അതും അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽപ്പെട്ട ഒരു ആയത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സന്തോഷ ജീവിതത്തിന് സമ്പത്ത് ഒരു ഘടകം തന്നെയാണ്. മക്കളുടെ ഭാവിക്കും സമ്പത്ത് ഒരു ഘടകമാണ്. ഒരാൾക്ക് എത്രയും സമ്പാദിക്കാം, ഇത്രയേ പാടുള്ളൂ എന്ന് അള്ളാഹു ഒരിക്കലും നമ്മോട് വിലക്കുന്നില്ല. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, ആരാധനാ കർമ്മങ്ങൾ, അതിൻ്റെ എല്ലാം ക്രമീകരണങ്ങൾ നാം മനസ്സിലാക്കിയവരാണ്. ഇബാദത്തുകളുടെ കൽപ്പനകൾ പോലെ അതിൻ്റെ നിരോധനങ്ങളും താക്കീതുകളും ഇബാദത്തിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചതുപോലെയുള്ള ഇബാദത്തുകൾ ചെയ്യുക, അതിന് മുൻകടന്നു പോകരുത് എന്നും താക്കീത് വിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെയാണ് സഹോദരങ്ങളെ സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തിന് അത് നിരോധന മേഖലകളുണ്ട്, ശക്തമായ താക്കീതുണ്ട്, ഭീഷണികളും ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് സമ്പാദിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആയത്തുകൾ നിരവധിയാണ്. സൂറത്തുൽ ജുമുഅയുടെ 9-ാമത്തെ ആയത്ത് സമ്പത്ത് നിങ്ങൾ നേടിയെടുക്കണം, അതിനെ തേടണം എന്നൊക്കെയുള്ള ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ കച്ചവടങ്ങൾ നിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് ജുമുഅയ്ക്ക് വേണ്ടി വരണമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ. ബദറുൽ ബൈഅ്, ജുമുഅയ്ക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടങ്ങൾ ഒഴിവാക്കുക. കച്ചവടത്തെ പ്രേരിപ്പിച്ച വിശുദ്ധ ഖുർആൻ കച്ചവടത്തെ ആ സമയത്ത് നിരുത്സാഹപ്പെടുത്തുകയാണ്. ആ കച്ചവടം നിരുത്സാഹപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ തൊട്ട് മുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഫഇദാ ഖുദിയത്തിസ് സ്വലാ, നിങ്ങൾ നമസ്കാരത്തിൽ നിന്നും വിരമിക്കുകയാണെങ്കിൽ ഫൻതശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരാവുക, വബ്തഗൂ മിൻ ഫളില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ തേടുകയും ചെയ്യുക. 2 കൽപ്പനകളാണ് ഈ 2 ആയത്തുകളിൽ കൂടി. വെള്ളിയാഴ്ചക്ക് നിങ്ങളെ മസ്ജിദുകളിൽ നിന്നും ക്ഷണിച്ചാൽ നിങ്ങൾ കച്ചവടം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പള്ളികളിലേക്ക് പോകണം, ഖുത്ബ കേൾക്കുവാൻ നിങ്ങൾ പോകണം. തൊട്ടുടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരാവണം, കച്ചവടം ചെയ്യണം, സമ്പാദ്യമുണ്ടാക്കണം എന്നൊക്കെയുള്ള താക്കീത് അല്ലെങ്കിൽ വസിയ്യത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം. അധ്വാനത്തെ സംബന്ധിച്ച് ഏറെ മഹത്വപ്പെടുത്തിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തഹജ്ജുദ് നമസ്കരിക്കുവാനും രാത്രിയിൽ നീണ്ട ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാനും പറയുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ, അതിലെ 7-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്, ഇന്നലക ഫിന്നഹാരി സബ്ഹൻ ത്വീല, തീർച്ചയായും പ്രവാചക രാത്രി നമസ്കാരം ദീർഘമായിട്ടുണ്ട്,
നിങ്ങൾ പകലെത്തിക്കഴിഞ്ഞാൽ ദീർഘമായ ജോലി തിരക്ക് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പകലുകൾ നിങ്ങൾ ആ ജോലി തിരക്കുകളിലേക്ക് വ്യാപൃതരാവുക എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അധ്വാനമെന്ന് പറയുന്നത്, സമ്പത്ത് നേടിയെടുക്കുക എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുകയുണ്ടായി. അതിന് താക്കീതുണ്ട്, ഭീഷണിയുണ്ട്, അതിന് ചില പരിമിതികളുണ്ട്. അധ്വാനത്തിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന 24-ാം അധ്യായമായ സൂറത്തു നൂർ അതിലെ 37-ാമത്തെ ആയത്ത്, നിങ്ങൾ അധ്വാനിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് വിഘാതമാകരുത്. ആ ഒരു നിബന്ധന ആ ആയത്തിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാ വഇതാഇസ് സക്കാ. കച്ചവടമോ ക്രയവിക്രയമോ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയില്ല. നമസ്കരിക്കുന്നതിൽ നിന്നും സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും പുണ്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും സത്യവിശ്വാസികൾക്ക് കച്ചവടം ഒരു വിലങ്ങുതടിയാവരുത്. ക്രയവിക്രയങ്ങൾ ഒരു വിലങ്ങുതടിയാകരുത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കച്ചവടം ഒരു തടസ്സമാകരുത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സ്വാർ. ഹൃദയങ്ങളും കണ്ണുകളും ഇളകുമറിയുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഈ വസിയ്യത്തുകൾ നിങ്ങളോട് നാം പറയുന്നത്. കച്ചവടം ചെയ്തു കൊള്ളുക, ക്രയവിക്രയങ്ങൾ ചെയ്തു കൊള്ളുക, പക്ഷേ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിഷയത്തിൽ അതൊന്നും തടസ്സമാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കച്ചവടം ചെയ്ത് ആ കച്ചവടം മുഖേന റബ്ബിന്റെ ഇബാദത്തുകളിൽ ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് സൂറത്തു നൂറിലെ 38-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫളിഹി. നിങ്ങൾ പ്രവർത്തിച്ചതിന് കൂടുതൽ നാം പ്രതിഫലം നൽകുമെന്നാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് സമ്പത്ത് അധികമായി നൽകും. കാരണം നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കച്ചവടം ചെയ്തവരാണ്, റബ്ബിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തവരാണ്. അള്ളാഹുവിന്റെ മാർഗത്ത് വിഘ്നം നേരിടുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു കച്ചവടത്തിലും നിങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹത്തായ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കച്ചവടത്തിൽ വലിയ ലാഭവുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികൾക്ക് നൽകുന്ന ഓഫറാണ് സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാം. ആ സമ്പത്ത് കൊണ്ട് പരലോക വിജയം നേടാം. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് കാരണമായിട്ട് നിങ്ങൾ ദുനിയാവിനെ മറക്കുകയും വേണ്ട എന്ന് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസ് 77-78 ആയത്തുകളിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അനവധനീയ മാർഗങ്ങളിൽ കൂടി അള്ളാഹു നിശ്ചയിച്ച ആ ഒരു അടയാളപ്പെടുത്തലുകളിൽ കൂടി നമുക്ക് എത്രയും സമ്പാദിക്കാം. ആ സമ്പാദ്യം വേണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ തേടിക്കൊള്ളുക. വബ്തഗ് ഫീമാ ആതാകല്ലാഹു ദാറുൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. പരലോകത്തെ നിങ്ങൾ മറന്നു പോകരുത്. ദുനിയാവിന് വേണ്ടി നിങ്ങൾ ജീവിച്ചു കൊള്ളുക. സമ്പാദ്യത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മറ്റുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദുനിയാവിനെ തിരഞ്ഞെടുത്തു കൊള്ളുക. അത് കാരണം നിങ്ങൾക്ക് ദുനിയാവിലുള്ള ഒരു നസീബം മറക്കണ്ട, ഒരു ഓഹരിയും നിങ്ങൾ മറക്കണ്ട. പക്ഷെ നിങ്ങൾ മറന്നു പോകരുത്. എന്താണ് മറക്കാൻ പാടില്ലാത്തത്? പരലോകത്തെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ള ഒരു നിബന്ധന റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നന്മകളുണ്ട്. ആ നന്മകൾ നിങ്ങൾ തിരിച്ചും റബ്ബിന് വേണ്ടി ചെയ്യുക. ആ നന്മകൾ എന്ന് പറയുന്നത് സുഹൃതങ്ങളാണ്, സ്വതക്കകളാണ്.
പാവങ്ങൾക്കുള്ള അന്നമാണ്, പാവങ്ങൾക്കുള്ള ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റഹ്മാനായ റബ്ബ് നൽകിയ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുക. ദുനിയാവിനെ ഒട്ടും മറക്കണ്ട, പരലോകത്തിനെ നിങ്ങൾ അതിന് മുതൽക്കൂട്ടുണ്ടാക്കുവാനുള്ള കൽപ്പനകളാണ് ഈ ആയത്തിൽ കൂടി. കാരണം ഇന്നലി റബ്ബിക അലൈക ഹഖ്ഖാ, നിശ്ചയം നിങ്ങൾക്ക് റബ്ബിനോടുള്ള ഒരു ബാധ്യതയുണ്ട്. വലിനഫ്സിക അലൈക ഹഖ്ഖാ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് ഒരു ബാധ്യതയുണ്ട്. വലി അഹ്ലിക അലൈക ഹഖ്ഖാ, നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളെ സന്ദർശിക്കുവാൻ വേണ്ടി വരുന്നവരോട് നിങ്ങൾക്കുള്ള ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകളൊക്കെ നിറവേറ്റുമ്പോൾ തന്നെ നിങ്ങൾ പരലോകത്തെയും മറക്കണ്ട, ദുനിയാവിന്റെ ഓഹരിയെയും നിങ്ങൾ വിസ്മൃതിയിലാക്കണ്ട എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ സന്ദർശിക്കുകയാണ്. സ്വഹാബി രോഗാതുരമായ ഒരു അവസ്ഥയിലാണ്. ആ സമയത്ത് ആ സ്വഹാബി പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ധനത്തിൻ്റെ 2/3 ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചെലവ് ചെയ്യട്ടെയോ, ദാനം ചെയ്യട്ടെയോ റസൂലേ? അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, വേണ്ട. അള്ളാഹുവിന്റെ റസൂല് പകുതി വേണ്ട. എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, നിന്റെ സമ്പത്തിൽ നിന്നും 1/3 നീ ദാനം ചെയ്യുക മനസ്സോടുകൂടി. നിന്റെ അനന്തരാവകാശികളെ നീ ദാരിദ്ര്യത്തിലാക്കി ഇട്ടേച്ചു പോകരുത്. ഇന്നക ഇൻ തദഉ വറസതക അഗ്നിയാ ഖൈറൻ മിൻ അൻ തദഉഹും ആലത്തുൻ യതകഫഫൂന അന്നാസ്. പ്രവാചകൻ പറയുകയാണ്, വിശ്വാസികളെ, നിന്റെ ധനത്തിൽ നിന്ന് 1/3 പകുതി വേണ്ട, 2/3 നീ ചിലവഴിക്കണ്ട, 1/3. കാരണം നിന്റെ മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുവാനായിട്ട് നീ വിടരുത്. നിന്റെ മക്കളെ ധനാഢ്യരായിക്കൊണ്ട് അവരെ ദുനിയാവിൽ വിട്ടേച്ചു പോകണം. കാരണം അതാണ് നിങ്ങൾക്ക് ഖൈർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ! നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാണ്. ദുനിയാവിനെ മറക്കണ്ട എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ സമ്പത്ത് നേടിയെടുക്കുവാനായിട്ട് അധ്വാനങ്ങൾ നിങ്ങൾ വ്യാപൃതരാവുക എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മക്കളെ ദാരിദ്ര്യത്തിന്റെ കയറ്റത്തിൽ നിങ്ങൾ തള്ളിവിടരുത്. മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുവാനായിട്ടുള്ള അവസ്ഥ നിങ്ങൾ വരുത്തരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കണം. നിങ്ങളുടെ അധ്വാനത്തിന്റെ അനന്തരാവകാശം നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. അതാണ് ഏറ്റവും ഖൈർ. അങ്ങനെ പഠിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാളും മഹത്തരമായ ഒരു ഭക്ഷണം ഒരാളും തന്നെ ഉണ്ടാക്കുന്നില്ല എന്ന് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാ അകല അഹദുൻ തുആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. നമ്മുടെ കൈകൾ കൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഖൈർ. അള്ളാഹുവിന്റെ പ്രവാചകരുടെ അടുക്കൽ ഒരു സ്വഹാബി വരികയാണ്, എന്തെങ്കിലുമൊക്കെ തരണമെന്ന് ചോദിച്ചുകൊണ്ട്. ആ സ്വഹാബിക്ക് ഒരു മഴു വാങ്ങിച്ചു കൊടുത്തുവെന്നാണ്, ഒരു കോടാലി. അതുകൊണ്ട് നീ അധ്വാനിച്ച് നീ കുടുംബം പോറ്റുക. യാചന നിരുത്സാഹപ്പെടുത്തിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ശക്തമായ താക്കീതാണ് ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്. ആ സ്വഹാബിയെ അധ്വാനിക്കുവാൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ എത്ര മാതൃകയായിട്ടായിരുന്നു സ്വഹാബാക്കളെ അടയാളപ്പെടുത്തിയതെന്ന് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയാണ് സഹോദരങ്ങളെ. അത് ഒരുപക്ഷെ നമുക്ക് പരീക്ഷണമായിട്ട് മാറും. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ, സൂറത്തു അൻഫാലിലെ 28, സൂറത്തു തഗാബുനിലെ 15-ാമത്തെ ആയത്ത്. ആ 2 ആയത്തുകളിലും അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വഅലമൂ, വിശ്വാസികളെ നിങ്ങൾ അറിയണം, അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, മക്കളും നിങ്ങളുടെ സമ്പത്തും പരീക്ഷണമാണ്.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബികൾക്ക് പറയുകയാണ്, സ്വഹാബികളോട് പറയുകയാണ്, സുനനെ തുർമുദിയിൽ കാണാം ഈ ഹദീസ്. ഓരോ സമുദായത്തിനും ഓരോ പരീക്ഷണമുണ്ട് എന്നാണ്. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്നതൻ വഫിത്നതു ഉമ്മത്തി അൽ മാൽ. എൻ്റെ സമുദായത്തിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് സമ്പത്താണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എമ്പാടും കാണാം. നിങ്ങൾ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ യാചിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ തലകുനിച്ചുകൊണ്ട് അഭിമാനത്തെ പണയം വയ്ക്കരുത്. നിങ്ങളുടെ ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം? വിശ്വാസികളോട് അല്ലാഹു തആല പറയുകയാണ് സൂറത്തുൽ ബഖറ 172-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള റിസ്ക്കിൽ നിന്നും നല്ല ഭക്ഷണം കഴിക്കുക. ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ബഖറയുടെ 168-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് നാം നൽകിയ സമ്പത്തിൽ നിന്നും വിഭവങ്ങളിൽ നിന്നും ഹലാലായത് ഭക്ഷിക്കുക. ഇനി പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് സൂറത്തുൻ നൂർ 51-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. അല്ലയോ പ്രവാചകന്മാരെ, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ അനുവദനീയമായ ഭക്ഷണം കഴിക്കണം. ഹറാമായതിലേക്ക് തിരിഞ്ഞു നോക്കരുത്. അനുവദനീയമല്ലാത്ത ഒന്നിലേക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരുവാനുള്ള സാഹചര്യം എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹീഹ് മുസ്ലിമിൽ കാണാം 1015-ാം നമ്പർ ഹദീസ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു പരിശുദ്ധവാനാണ്, പരിശുദ്ധിയില്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുകയാണ് മുർസലീങ്ങളോടും സത്യവിശ്വാസികളോടും. എന്താണ് അല്ലാഹുവിൻ്റെ കൽപ്പന? നാം നേരത്തെ പറഞ്ഞ രണ്ട് ആയത്തുകളാണ്. സൂറത്തുൽ ബഖറയുടെ 172-ഉം സൂറത്തുൻ നൂറിലെ 51 ആയത്ത്, രണ്ട് ആയത്തും ഓതിക്കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ കഥ വിവരിച്ചു കൊടുക്കുകയാണ് സ്വഹാബികൾക്ക്. ദീർഘമായ യാത്ര നടത്തിയ ആ ഒരു മനുഷ്യൻ, അദ്ദേഹം യാത്രയിലാണ്, ക്ഷീണിതനാണ്, രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ യാ റബ്ബ് യാ റബ്ബ്, യാത്രക്കാരന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകന്റെ ഒരു ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് യാത്രക്കാരന്റെ ഉപമ പ്രവാചകർ എടുത്തു പറഞ്ഞത്. ദീർഘദൂരം യാത്ര ചെയ്ത ആ മനുഷ്യൻ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ്. എവിടെന്നാണ് അവൻ ഉത്തരം കിട്ടുവാൻ? ഫഅന്നാ യുസ്തജാബു ലിദാലിക്. അവൻ ഉത്തരം നൽകില്ല, അല്ലാഹു തആല പരിഗണിക്കുകയില്ല അവന്റെ പ്രാർത്ഥനയെ. കാരണം വമതഅമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവന്റെ പാനീയം നിഷിദ്ധമാണ്. വമൽബസുഹു ഹറാം, അവൻ ഉടുത്തിരിക്കുന്നത് നിഷിദ്ധമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിൽ അവൻ മൂടിക്കിടക്കുകയാണ്. എന്നിട്ട് റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് ചോദിച്ചാൽ അല്ലാഹു എങ്ങനെയാണ് ഉത്തരം നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്. വിശ്വാസികളെ, ഹൃദയത്തിൽ കൊത്തിവെക്കണം. ഇന്നിന്റെ കാലഘട്ടത്തിൽ അനിവാര്യമായ ചില പാഠമാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. നിഷിദ്ധങ്ങളിലേക്ക് ചാടുകയാണ്. നമസ്കരിക്കുന്നവർ, നോമ്പ് പിടിക്കുന്നവർ, സുഹൃതങ്ങൾ ചെയ്തവർ നിസ്സാര കാര്യങ്ങൾക്ക്, അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഹറാമിലേക്ക് ചെന്ന് ചാടുകയാണ്. ഒരു വാഹനമെടുക്കുവാൻ ലോണിൽ കൂടി അവൻ ആ കാറിനെ അധീനപ്പെടുത്തുകയാണ്. ഒരു വീടെടുക്കുവാനായിട്ട്, അവന്റെ ഭാവനകൾക്ക് അതീതമായ ഒരു വീടെടുക്കുവാനായിട്ട് അവൻ ലോൺ എടുക്കുകയാണ്. സോളാർ ഘടിപ്പിക്കുവാൻ വേണ്ടി പോലും ഇതൊന്നും
ഈ ലോകത്ത് അനിവാര്യമായ കാരണമാണ് എങ്കിലും നിഷിദ്ധങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഇളവല്ല എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്തുണ്ടോ? അനുവദനീയ മാർഗത്തിൽ നീ അധ്വാനിച്ചതാണോ? അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുക. ഇതെല്ലാം അനുവദനീയമാണ്. ദുനിയാവിന്റെ നന്മകളിൽ ഒന്നിനെയും നീ വേണ്ടാന്ന് വെക്കണ്ട. സോളാർ വേണം, നല്ല ഭവനം വേണം, നല്ല വാഹനം വേണം. പക്ഷേ മറ്റുള്ളവന്റെ വീടിനേക്കാൾ എനിക്കൊരു വലിയ വീട്, മറ്റുള്ളവന്റെ വാഹനങ്ങളെക്കാളും എനിക്ക് വലിയൊരു വീട്, എനിക്കൊരു വാഹനം, മറ്റുള്ളവന്റെ വീട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന സോളാറിനേക്കാളും എനിക്ക് വലിയ ഒരു സൗഭാഗ്യം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഹറാമിലേക്ക് ചെന്ന് ചാടുക. ഗൗരവത്തോടുകൂടി കാണണം വിശ്വാസികളെ. ഹറാമിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോലും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുകയില്ല. ഇന്നത്തെ പല കല്യാണങ്ങളും അതിൽ കാണിച്ചു കൂട്ടുന്ന എന്തെല്ലാം കോപ്രായത്തരങ്ങൾ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് നേർച്ച, 7-ന് 40-ന് ലോൺ വെച്ചുകൊണ്ട്, സ്വർണം പണയം വെച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർക്ക് ഭക്ഷണം കഴിക്കുവാൻ, അല്ലെങ്കിൽ നാട്ടുകാർ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഭയം കൊണ്ടാണ് പല വീട്ടുകാരും മുസ്ലിയാക്കന്മാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ലോകത്ത് നാം ജീവിക്കുകയാണ്. ഹറാമുകൾ കൊണ്ട് നേർച്ചകൾക്ക് വേണ്ടി അവർ കാര്യങ്ങൾ ചെയ്യുകയാണ്. നേർച്ചകൾ പൂർത്തീകരിക്കുവാനായിട്ട് അവർ ഹറാമുകൾ തേടി പോവുകയാണ്. അവിടെയാണ് വിശ്വാസികളെ നാം മനസ്സിലാക്കേണ്ടത്. ഹറാമ് കൊണ്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ്, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം റസൂലേ. അയ്യജഅലനി മുസ്തജാബ ദഅവതി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ആകുവാൻ എനിക്ക് വേണ്ടിയും അങ്ങ് ദുആ ചെയ്യണം റസൂലേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, യാ സഅദ് അത്ബ് മത്അമക്, നിന്റെ ഭക്ഷണം നന്നാക്കുക. തകും മുസ്തജാബു ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളാകാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ഭക്ഷണം നന്നാക്കുക. ഹറാമിൽ കൂടിയ വരുമാനത്തിലാണ് നിന്റെ ഭക്ഷണമെങ്കിൽ, ബാങ്കിൽ നിന്നും കിട്ടുന്ന പലിശ ഇനത്തിൽ കൂടിയാണ് നിന്റെ ഭക്ഷണമെങ്കിൽ, അങ്ങനെയാണ് നിന്റെ മക്കളെ കൊണ്ടുപോകുന്നുവെങ്കിൽ കരുതിയിരിക്കുക, പ്രാർത്ഥനയ്ക്കുള്ള തടസ്സം പോലും ഈ കാരണമായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ പറയുകയാണ്, മനിക്തസബ മാലം മിൻ മഅസം, കുറ്റകരമായ സമ്പാദ്യത്തിൽ കൂടിയാണ് നീ ഒരു ചില്ലിക്കാശ് നീ സമ്പാദിച്ചുവെങ്കിൽ, ഫവസല ബിഹി റഹിമഹു, ആ സമ്പത്ത് കൊണ്ട് നിന്റെ കുടുംബത്തിനെ വിളക്കി ചേർക്കുകയാണെങ്കിൽ, നിന്റെ സമ്പാദ്യം ഹറാമിൽ കൂടി ആ ഹറാം കൊണ്ട് നിന്റെ കുടുംബത്തെ ചേർക്കുകയാണെങ്കിൽ, ഔ തസദ്ദഖ ബിഹി, അല്ലെങ്കിൽ നീ ആ സമ്പത്ത് കൊണ്ട് സ്വതഖ നൽകുകയാണെങ്കിൽ, ഔ അൻഫഖഹു ഫീ സബീലില്ലാഹ്, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ നീ ആ സമ്പത്ത് കൊണ്ട് ചെലവ് ചെയ്താൽ, ഗൗരവത്തോടുകൂടി വിശ്വാസികളെ ഞാനും നിങ്ങളും അറിയണം, ജുമഅദാലിക കുല്ലുഹു ജമീഅൻ ഫഖുദിഫ ബിഹി ജഹന്നം, അതെല്ലാം കൊണ്ട് നീ സമ്പാദിച്ച ഹറാമ് കൊണ്ട്, നീ പള്ളിക്ക് വേണ്ടി നൽകിയ ദാനം കൊണ്ട്, ആ സമ്പത്ത് കൊണ്ട് കുടുംബത്തെ വിളക്കി ചേർത്തത് കൊണ്ട്, ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചത് കൊണ്ട്, അതെല്ലാം കൊണ്ട് നിന്നെ നരകത്തിലിട്ട് കരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ ജാഗ്രതയോടുകൂടി കാണണം. വിരലുകൾ കടിക്കേണ്ടി വരും ഈ ലോകത്തും പരലോകത്തും. എന്തിനാണ്? ഒന്ന് ആർഭാടമായി ജീവിക്കുവാൻ, പലിശക്കെടുക്കുക, ഒരു കാരണവുമില്ല. എന്തേ? ഒരു കച്ചവടം നടത്തുവാൻ, ഒരു വ്യവസായം പുഷ്ടിപ്പെടുത്തുവാൻ. അതിനുവേണ്ടി എന്താ ചെയ്യുക? നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പലിശ പണം കൊടുത്ത്, ഓഫർ കൊടുത്തുകൊണ്ട് ആ ഒരു സമ്പാദ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തുന്നുവെങ്കിൽ അറിയുക, ഫഅന്നാ യുസ്തജാബു ലിദാലിക്, യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല, സമ്പാദ്യത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല, കുടുംബത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല എന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ പൂച്ചക്കാര് മണികെട്ടും ഇന്നിന്റെ കാലഘട്ടത്തിൽ. നേതാക്കന്മാര് പോലും കച്ചവടം കൊഴിപ്പിക്കുവാൻ
അവർ ഹറാമുകൾ നേടിയെടുക്കുകയാണ്. ബാങ്കിൽ ഈടുകൾ വെച്ചുകൊണ്ട് അവർ പലിശക്കെടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ നിഷിദ്ധമാക്കിയ ഇടപെടലുകളിൽ കൂടി അവർ സമ്പത്ത് സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹാകുമുത് തകാസുർ എന്നുള്ള അധ്യായം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു ശുഖൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി പ്രവാചകരുടെ സവിധത്തിൽ ചെല്ലുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മാലി മാലി, ആദമിന്റെ മക്കൾ സമ്പത്ത് 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 എന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. വഹല്ലക മിൻ മാലിക്, എന്ത് സമ്പത്താണോ നിനക്ക്? ഇല്ലാ മാ തസദ്ദഖത ഫഅംളൈത്, ദാനം നൽകിയത് നിനക്ക് ബാക്കിയായി. ഔ അകൽത ഫഅഫനൈത ഔ ലബിസ്ത ഫഅബ്ലൈത, ചെലവാക്കിയതും നീ തിന്ന് നശിപ്പിച്ചതും നീ ഉടുത്ത് നുരുമ്പിച്ചതുമെല്ലാം അത് ഒഴികെയുള്ളതൊന്നും നിനക്കല്ലടാ. നീ പാടിക്കൊണ്ടിരിക്കുകയാണ് സമ്പത്ത് സമ്പത്ത്, എനിക്ക് സമ്പത്തുണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഹലാലുകൾ നോക്കുന്നില്ല, ഹറാമുകൾ നോക്കുന്നില്ല, നിഷിദ്ധമായ മാർഗങ്ങൾ നീ നോക്കുന്നില്ല. എങ്ങനെയുമൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വന്ന് നിറയണം, ഞാൻ മറ്റുള്ളവരെക്കാളും ഒന്ന് ആർഭാടത്തിൽ കഴിയണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ലാതെ എത്ര സമ്പത്ത് ഉണ്ടായിട്ട് എന്ത് കാര്യമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ചോദിക്കുകയാണ്. ജീവിക്കുവാനല്ലേ? ഏറ്റവും വലിയ സൗഭാഗ്യവാൻ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ അസ്ലം വകാന റിസ്ഖുഹു കഫാഫൻ വഖന്നഅഹു അല്ലാഹ്. അല്ലാഹു നൽകിയത് കൊണ്ട് സംതൃപ്തി അടയുക. എനിക്ക് അതേ കിട്ടിയിട്ടുള്ളൂ, എൻ്റെ കച്ചവടത്തിൽ നിന്ന് എനിക്ക് അതേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ പച്ചക്കറി കച്ചവടം, അതിൽ നിന്നും കിട്ടിയത് അതുകൊണ്ട് ഞാൻ തൃപ്തി അടയണം. എൻ്റെ മറ്റേതെങ്കിലും കച്ചവട മേഖലകളിൽ കൂടി റബ്ബ് എന്താണോ നൽകിയത്, ഒരിക്കലും നാം മുകളിലേക്കുള്ളവരിലേക്ക് നോക്കരുത്. അവിടെയാണ് നമ്മുടെ പരാജയം സംഭവിക്കുന്നത്. എപ്പോഴും നമ്മുടെ താഴേക്കുള്ളവരിലേക്ക് നോക്കണം. എങ്കിൽ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ബോധവാന്മാരാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൻ അസ്ബഹ മിൻകും ആമിനാ, നിർഭയത്വത്തോടുകൂടി നാം എണീറ്റവരാണ്. മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് സൗഖ്യമുണ്ട്. ഇൻദഹു ഖൂത്ത് യൗമിഹി, അന്നുള്ള ഭക്ഷണം നമുക്കുണ്ട്. ഫകഅന്നമാ ഹീസത ലഹു ദുനിയാ, ദുനിയാവ് മുഴുവനും നേടിയവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തൂബ, അല്ലാഹു തആല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. തൂബ, ആശംസകൾ നേരുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആശംസകൾക്ക് നാം വിധേയരാണോ എന്ന് നാം പരിശോധിക്കണം നമ്മുടെ ജീവിതത്തെ. ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം, സന്മാർഗമാകുന്ന ഇസ്ലാം നമുക്ക് കിട്ടി. അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകരുടെ ആശംസയുണ്ട്. വകാന ഐഷുഹു കഫാഫൻ വഖനാ, ജീവിത മാർഗത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്ന വിശ്വാസിയെ അള്ളാഹുവിന്റെ പ്രവാചകരുടെ സൗഭാഗ്യവാനും അള്ളാഹുവിന്റെ പ്രവാചകരുടെ ആശംസയും നിനക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നാം സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബ ബന്ധത്തെ അതിൻ്റെ ഊഷ്മളതയും കാത്തു സൂക്ഷിക്കണം. ആ സമ്പാദ്യം എങ്ങനെയും വരട്ടെ എന്നുള്ള ആ ഒരു വിചാരത്താൽ നാം എത്ര സമ്പാദിച്ചാലും അതിന് ബർക്കത്തുണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പറഞ്ഞുവല്ലോ, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ചർവണമായി കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വല്ലാത്ത ഒരു മനസ്സ് പിടഞ്ഞു പോകുന്ന ഒരു രംഗമാണ്. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞപ്പോഴാണ് നമുക്ക് അറിയുന്നത്, രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയും ദുര്യോഗം പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയം ജീവിതോപാധി കാണാത്ത എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്നും ജീവിച്ചിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ രാഷ്ട്രീയ നേതാവിൻ്റെ ഇടപെടൽ. പക്ഷേ മാർഗം ഹറാമായി പോയി. നല്ലൊരു വീട് വയ്ക്കുവാനായി ലക്ഷങ്ങൾ ബാങ്കിൽ നിന്നും എടുത്തു. അവസാനം എത്ര അടച്ചിട്ടും അതിൻ്റെ ഡബിളായിട്ട് കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം 49 ലക്ഷം രൂപയുടെ ബാധ്യത. ഇത്ര ദിവസം കൊണ്ട് അടച്ചു തീർത്തില്ല എങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നുള്ള ആ ഭീഷണി. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അതിന് പരിഹാരം കണ്ടു എന്നുള്ളത് മറ്റൊരു കാര്യം.
വിശ്വാസികളെ, വീട് വേണം, നാം ആമുഖത്തിൽ സൂചിപ്പിച്ചുവല്ലോ. എല്ലാ സൗഭാഗ്യങ്ങളും വേണം. നമ്മുടെ കൊക്കിനൊത്തത് കൊത്താവൂ എന്നുള്ള ഒരു ചൊല്ല് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. മറ്റുള്ളവന്റെ ജീവിതം കണ്ടുകൊണ്ട് ഹറാമുകളിലേക്ക് ചെന്നുകൊണ്ട് ബാങ്ക് പലിശയും അതുപോലെയുള്ള വട്ടിപ്പലിശയുമായി നാം നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവന്റെ അന്ത്യം വളരെ പ്രയാസകരമായിരിക്കും, വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. എത്ര തന്നെ സമ്പാദിച്ചാലും അതിനൊരു ബറക്കത്തുണ്ടാവുകയില്ല, എത്ര തന്നെ നേടിയാലും അതിന് ഒരു റാഹത്തുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് കിട്ടുവാനുള്ള പലിശയെ നിങ്ങൾ ഒഴിവാക്കണം. ആദ്യ കാലഘട്ടത്തിലാണ് സ്വഹാബാക്കൾക്കുള്ള താക്കീത്. നിഷിദ്ധമാക്കിയിട്ടില്ല ആ പലിശ. ആ സമയത്ത് അള്ളാഹുവിന്റെ ആയത്തിൽ കൂടി ഹറാമാക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുണ്ടോ, അതെല്ലാം ഒഴിവാക്കണം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഫഇല്ലം തഫഅലൂ, അതല്ല നിങ്ങൾ പലിശയുമായി വാങ്ങിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അടങ്ങൂ എന്നാണോ നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളോട് സമര പ്രഖ്യാപനം നടത്തുകയാണ്, നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസികളെ, അത് വാങ്ങുന്നവർ മാത്രമല്ലേ എന്നുള്ള ആ ഒരു ചിന്ത വേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഅന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. വിശ്വാസികളെ, നമസ്കരിക്കുന്നവരായിരിക്കാം, തഹജ്ജുദ് പോലും ഒഴിവാക്കാത്തവരായിരിക്കാം, അള്ളാന്റെ റസൂലിന്റെ ശാപം കിട്ടിയാൽ രണ്ടു ലോകവും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നവരാണ് നാം. ആരെയാണ് അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചത്? ആകുല റിബാ വമൂകലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാഉൻ. സ്വഹീഹ് മുസ്ലിം 1598 നമ്പർ ഹദീസാണ്. കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ, എഴുതുന്നവൻ, രണ്ട് സാക്ഷി, സർവരും തുല്യരാണ് ആ പാപത്തിൽ. സർവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസികളെ, ജീവിതം മെച്ചപ്പെടുമോ എന്നുള്ള ഒരു ആത്മവിമർശനം നമ്മുടെ സ്വന്തത്തോട് നാം ചോദിക്കുക. വിജയിക്കുമോ എന്നുള്ള കാര്യം ഇതാരും പറയുവാൻ പേടിക്കുകയാണ്. കാരണം പറയുന്നവന്റെ ജീവിതം തന്നെ മൊത്തത്തിൽ ഡിസോർഡറായി കിടക്കുകയാണ്, ക്രമം തെറ്റിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് നേതാക്കന്മാർ, മാതൃകയാകേണ്ടവർ പോലും ഈ വിഷയത്തിൽ നിന്നും മുക്തരല്ല സഹോദരങ്ങളെ. വലിയ വലിയ കച്ചവടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നേറുന്ന എത്രയെത്ര നേതാക്കന്മാർ ലക്ഷക്കണക്കിന് പലിശ ഇനത്തിൽ ബാങ്കിൽ നിന്നും ഈടുകൾ വെച്ചുകൊണ്ട് ജപ്തിയുടെ ഭീഷണിയിൽ നിൽക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് അറിയുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്? മുകളിലുള്ളവനേക്കാളും എനിക്ക് മുകളിലാകണം, താഴെയുള്ളവനിലേക്കൊന്നും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടുള്ള പ്രയാസമാണ്. കഴിഞ്ഞ ദിവസം നാം വാർത്താ മാധ്യമങ്ങളിൽ ആ രാഷ്ട്രീയ നേതാവിന്റെ സങ്കടകരമായ വർത്തമാനം നാം കണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. നിർബന്ധിതാവസ്ഥയുണ്ട്. പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജീവൻ നിലനിർത്തുവാനായിട്ട് പന്നിമാംസം ഭക്ഷിക്കുക എന്നുള്ള ആ ഒരു ഉദാഹരണം മാത്രമേ ഇവിടെയുള്ളൂ. ജീവൻ നിലനിർത്തുവാൻ ഇങ്ങനെ ഒരു സമ്പത്തില്ല എങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പന്നിമാംസം അനുവദനീയമാക്കി ഇസ്ലാം. അങ്ങനെ ഒരു ഇളവ് മാത്രമേ ഈ വിഷയത്തിലും നൽകിയിട്ടുള്ളൂ. അങ്ങനെയല്ലല്ലോ നമ്മുടെ സഹോദരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്യാണം ഒന്ന് കൊഴുപ്പ് കൂട്ടുവാൻ, വാഹനം ഒന്ന് മെച്ചമാക്കുവാൻ, വീട് ഒന്ന് മനോഹരമാക്കുവാൻ, സോളാർ ഘടിപ്പിക്കുവാൻ, ഇതിനു വേണ്ടിയൊക്കെ പലിശയ്ക്ക് വേണ്ടി മറ്റു പലതും ഈട് നൽകിക്കൊണ്ട് ജപ്തിയുടെ വക്കിലെത്തുവാൻ വേണ്ടി പോകുന്ന എത്രയോ എത്രയോ ആൾക്കാർ നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. സഹോദരങ്ങളെ, നമസ്കരിച്ചിട്ട് എന്ത് കാര്യം? സഹോദരങ്ങളെ, നോമ്പ് നോറ്റിട്ടെന്ത് കാര്യം? സഹോദരങ്ങളെ, രാത്രി നമസ്കാരത്തിന് എന്ത് കാര്യം? റഹ്മാനായ റബ്ബിന്റെ പ്രവാചകന്റെ ശാപം കിട്ടുന്ന ആ ഒരു മഹാ തെറ്റിൽ നിന്ന് നാം മുക്തരാകണം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച 7 വൻ പാപങ്ങളിൽ ഒന്ന് വഅക്ലുർ റിബാ, പലിശ തിന്നുക. അത് 4 വിഭാഗമാണ്. ഞാൻ കൊടുക്കുന്നല്ലോ എന്നൊരു കാരണം ഇവിടെ ഫിറ്റാവുകയില്ല. വാങ്ങുക, അതും അതിൽ പെട്ടവനാണ്. എന്ത് ന്യായം പറഞ്ഞാലും, എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് വാങ്ങാതെ നിനക്ക് ജീവിക്കുവാൻ കഴിയുമല്ലോ എങ്കിൽ അത് ഹറാമ് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക. വിശ്വാസികളെ, പലിശയിൽ ഏർപ്പെടുന്ന ഒരാളും
ദാരിദ്ര്യത്തിൽ നിന്നും കരകയറുകയില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയുവാനുണ്ട് സഹോദരങ്ങളെ. എത്രയെത്ര ജീവിതം സൗദി അറേബ്യയിലൊക്കെ ജീവിച്ച നമുക്ക് അവിടം കൊണ്ട് എത്രയോ പേർ പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുവാൻ വേണ്ടി പോലും അള്ളാഹുവിൻ്റെ ആയുസ്സെത്താതെ പെട്ടെന്ന് തന്നെ മരിച്ചുപോയ എത്രയോ സഹോദരങ്ങളെ നമുക്കറിയാം. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അതിനെ ഞാൻ സാമ്യപ്പെടുത്തുകയല്ല. എന്നാലും മനുഷ്യനെന്നുള്ള നിലയിൽ വിശ്വാസികളെ അത്തരം ഹറാമുകളിൽ നിന്നെല്ലാം മാറി നിൽക്കണം. കച്ചവടം വേണം, വാഹനം വേണം, വീട് വേണം, എല്ലാം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ആ പരിധിയിൽ നിന്നുകൊണ്ട് അങ്ങനെയുള്ളതെല്ലാം നാം ചിട്ടപ്പെടുത്തുക, അങ്ങനെയുള്ളതെല്ലാം നാം ക്രമീകരിക്കുക. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.